ചെറിയ മൂക്കുള്ളവർക്ക് ചെറിയ ജലദോഷം വരും. അപ്പോ വലിയ മൂക്കുള്ളവർക്കോ വലിയ ജലദോഷം. ഇങ്ങനെയല്ല കേട്ടോ, ഇതിനേക്കാളൊക്കെ വലിയ ജലദോഷം, വലിയ തുമ്മല്. അതാർക്കായിരിക്കും? അത്രയും വലിയ മൂക്കുള്ള ആള് ആരാണ്? അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. അതാണ് ഗജപതി കുലപതി. ആരാണ് ഗജപതി കുലപതി? ഈ പുസ്തകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഈ കാണുന്ന ആനച്ചാരാണ്, ഈ ആനച്ചേട്ടനാണ്. ഈ ആനച്ചേട്ടനെ ഒരു നല്ല പാവം ആനച്ചേട്ടനാ. പക്ഷേ ഒരു ദിവസം മഴ നനഞ്ഞു. മഴ നനഞ്ഞിട്ട് എന്തു പറ്റി? തലയിൽ ഇത്തിരി വെള്ളം വീണു. വെള്ളം വീണപ്പോ എന്തു പറ്റി? ജലദോഷം വന്നു. അപ്പോ നമ്മുടെ ഗജപതി കുലപതി ഒന്ന് തുമ്മി. തുമ്മിയപ്പോഴെന്തു പറ്റിയെന്നോ? അടുത്ത് നിന്ന പഴക്കച്ചവടക്കാരന്റെ പഴങ്ങളെല്ലാം പറന്നുപോയി. ആ പഴങ്ങൾ ചെന്ന് പോസ്റ്റ്മാന്റെ തലയിൽ വീണു. പച്ച! പേടിച്ചു പോയ പോസ്റ്റ്മാൻ ഒരു പശുവിന്റെ മുകളിൽ വീണു. ഡമാൽ! പശു എന്ത് ചെയ്തെന്നോ? വാലും പൊക്കി ബാന്നും പറഞ്ഞു ഓടിപ്പോയി. ഇത് കണ്ടപ്പോ നമ്മുടെ ഗജപതി കുലപതിക്ക് ആകെ സങ്കടായി. എന്റെ കൂട്ടുകാരെല്ലാം പേടിച്ചു പോയി. ഞാനൊന്ന് തുമ്മിയപ്പോഴേക്കും അല്ലേ? ഇത്രയും കേട്ടപ്പോ തന്നെ എന്ത് രസമുണ്ട് ഈ കഥ എന്ന് തോന്നുന്നില്ലേ? അപ്പൊ തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഗജപതി കുലപതി ബൈ അശോക് രാജഗോപാലൻ. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഗജപതി കുലപതിയുടെ തന്നെ പല കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതില് വേറൊരു രസം എന്താന്ന് വെച്ചാൽ അശോക് രാജഗോപാലൻ തന്നെയാണ് ഈ കഥയും ഇതിന്റെ ചിത്രങ്ങളും ഒക്കെ വരച്ചിരിക്കുന്നത്. ദേ കണ്ടോ, ഗജപതി കുലപതിയുടെ കഥയാണ് ഇവിടെ കാണുന്നത്. ദേ കണ്ടോ, പേടിച്ച ആൾക്കാരൊക്കെ ഓടുന്നത് കണ്ടോ? പോസ്റ്റ്മാൻ, പഴക്കച്ചവടക്കാരൻ, ദേ നമ്മുടെ മഴ നനഞ്ഞ ഗജപതി കുലപതി. ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് തൂലിക പബ്ലിഷേഴ്സ് ആണ്. ഉറപ്പായും ഈ കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോഴവരിത് കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ ബുക്ക് ഒന്ന് വാങ്ങിച്ച് അവർക്ക് വായിക്കാൻ കൊടുക്കണം. ഇനി വായിക്കാൻ പറ്റാത്ത, വായിക്കാൻ അറിയാത്ത കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു കൊടുത്താലും. അപ്പൊ എത്ര ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഗജപതി കുലപതിയുടെ കഥ ഇഷ്ടമാകും, അവർക്ക് ആസ്വദിക്കാനും പറ്റും. ബൈ ബൈ.